welcome back to Happy Learning with Radhi Gopakumar. Let's get started the third part of the lesson, Indigo. Shall we move? Gandhi remained in Champaran for an initial uninterrupted period of 7 months and then again for several shorter visits. The visit, undertaken casually on the entreaty of an unlettered peasant in the expectation that it would last a few days, occupied almost a year of Gandhi's life. പ്രാരംഭ 7 മാസക്കാലം ഗാന്ധിജി ചമ്പാരനിൽ തുടർന്നു. പിന്നീട് നിരവധി ഹ്രസ്വ സന്ദർശനങ്ങളായി. കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുമെന്ന പ്രതീക്ഷയിൽ ഒരു നിരക്ഷരനായ കർഷകന്റെ അപേക്ഷ പ്രകാരം ആകസ്മികമായി ഏറ്റെടുത്ത ഈ സന്ദർശനം ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഏതാണ്ട് 1 വർഷത്തോളം കൈവശപ്പെടുത്തി. The official inquiry assembled a crushing mountain of evidence against the big planters, and when they saw this, they agreed in principle to make refunds to the peasants. But how much must we pay? They asked Gandhi. They thought he would demand repayment in full of the money which they had illegally and deceitfully extorted from the sharecroppers. He asked only 50%. There he seemed adamant. Right Reverend J.Z. Holds, a British missionary in Champaran, who observed the entire episode at close range, thinking probably that he would not give way, the representative of the planters offered to refund to the extent of 25%, and to his amazement Mr. Gandhi took him at his word, thus breaking the deadlock. ഔദ്യോഗിക അന്വേഷണം വൻകിട കർഷകർക്കെതിരെ തകർന്നടിയുന്ന തെളിവുകളുടെ ഒരു പർവ്വതത്തെ മുൻനിർത്തിയപ്പോൾ തത്വത്തിൽ അവർ കർഷകർക്ക് പണം തിരികെ നൽകാമെന്ന് സമ്മതിച്ചു. എന്നാൽ നാം എത്ര നൽകണം എന്നവർ ഗാന്ധിജിയോട്, അതായത് അവർ എത്ര നൽകണം ഗാന്ധിജിയോട് ചോദിച്ചു, എത്ര നൽകണമെന്ന്. ഷെയർ ക്രോപ്പർമാരിൽ നിന്ന് നിയമവിരുദ്ധമായും വഞ്ചനാപരമായും കൈക്കലാക്കിയ പണം മുഴുവൻ തിരിച്ചടയ്ക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുമെന്നാണ് അവർ കരുതിയത്. പക്ഷെ അദ്ദേഹം ചോദിച്ചത് 50% മാത്രമാണ്. അദ്ദേഹം അവിടെ അചഞ്ചലനായി കാണപ്പെട്ടു. ഇത് റിപ്പോർട്ട് ചെയ്തത് ചമ്പാരനിൽ ബ്രിട്ടീഷ് മിഷണറിയായിരുന്ന റെവറൻഡ് J.Z. ഹോഡ്ജ് ആണ്. അദ്ദേഹം ഈ സംഭവ വികാസങ്ങളെല്ലാം അടുത്തറിഞ്ഞൊരു വ്യക്തിയാണ്. ഗാന്ധിജി സമ്മതിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, എന്നാൽ ചോദിച്ചു നോക്കാം എന്ന് കരുതി, ഈ പ്ലാന്റേഷൻ്റെ പ്രതിനിധിയായ തോട്ടക്കാരുടെ പ്രതിനിധി 25% 25% വരെ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞു. 50%-ന് അവർ റെഡിയല്ല, 25% ആണെങ്കിൽ തിരികെ നൽകാമെന്ന് ബ്രിട്ടീഷുകാരുടെ പ്രതിനിധി ഗാന്ധിജിയെ അറിയിച്ചു. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗാന്ധിജി ആ വാക്ക് സ്വീകരിച്ചു. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വാക്ക് മാറ്റി 50 എന്നുള്ളത് 25-ന് ഗാന്ധി എഗ്രി ചെയ്തു. അങ്ങനെ ആ പ്രതിബന്ധം തകർത്തു. This settlement was adopted unanimously by the commission. Gandhi explained that the amount of the refund was less important than the fact that the landlords had been obliged to surrender part of the money and with it part of their prestige. Therefore, as far as the peasants were concerned, the planters had behaved as lords above the law. Now the peasants saw that he had rights and defenders. He learned courage. ഈ ഗാന്ധിജി 25%-ന് തയ്യാറായത് കമ്മീഷൻ ഏകകണ്ഠമായി അംഗീകരിച്ചു. പണത്തിൻ്റെ ഒരു ഭാഗം നൽകുവാനായിട്ട് ഭൂമുടമകൾ ബാധ്യസ്ഥരാണെന്നും അതിനോടൊപ്പം തന്നെ അവരുടെ അന്തസ്സിൻ്റെ ഭാഗമാണ് അവർ റീഫണ്ട് ചെയ്തത് എന്നും ഗാന്ധിജി വിശദീകരിച്ചു. അതായത് 25% തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞതിലൂടെ സത്യത്തിൽ അവരുടെ അന്തസ്സിനെ തന്നെ അവർ കർഷകരുടെ കാൽക്കൽ വയ്ക്കുന്നതായിട്ടാണ് ഗാന്ധിജി അതിനെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് തുകയ്ക്കല്ല പ്രാധാന്യം, അവരുടെ ആറ്റിറ്റ്യൂഡിന്, കർഷകർക്ക് മുന്നിൽ, ഇന്ത്യക്കാരുടെ മുൻപിൽ കീഴടങ്ങാൻ തയ്യാറായ അവരുടെ ആറ്റിറ്റ്യൂഡിനാണ് പ്രാധാന്യമെന്ന് ഗാന്ധിജി വിശദീകരിച്ചു. അതിനാൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം തോട്ടക്കാർ നിയമത്തിന് അതീതമായി അല്ലെങ്കിൽ പ്രഭുക്കന്മാരായി പെരുമാറിയിരുന്നു. അത് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. തനിക്കും അവകാശങ്ങളും സംരക്ഷകരും ഉണ്ടെന്ന് കർഷകന് മനസ്സിലായിരിക്കുന്നു. അവർ ധൈര്യവാന്മാരാകാൻ പഠിച്ചിരിക്കുന്നു. Events justified Gandhi's position. Within a few years, the British planters abandoned their estates, which reverted to the peasants. Indigo sharecropping disappeared. Gandhi never contented himself with large political or economic solutions. He saw the cultural and social backwardness in the Champaran village and wanted to do something about it immediately. He appealed for teachers, Mahadev Desai and Narhari Parikh, 2 young men who had just joined Gandhi as disciples, and their wives volunteered for the work. Several more came from Bombay, Pune, and other distant parts of the land. Devdas, Gandhi's youngest son, arrived from the ashram, and so did Mrs. Gandhi. Primary schools were opened in 6 villages. Kasturbai taught the ashram rules on personal cleanliness and community sanitation.
പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ ഗാന്ധിജിയുടെ നിലപാടിനെ ന്യായീകരിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബ്രിട്ടീഷ് തോട്ടക്കാർ തങ്ങളുടെ എസ്റ്റേറ്റുകൾ ഉപേക്ഷിച്ചു. അത് കർഷകരിലേക്ക് തിരിച്ചു വന്നു. ഇൻഡിഗോ ഷെയർ ക്രോപ്പിംഗ്, അതായത് നീലം കൃഷി, അപ്രത്യക്ഷമായി. വലിയ രാഷ്ട്രീയ സാമ്പത്തിക പരിഹാരങ്ങളിൽ ഗാന്ധിജി ഒരിക്കലും തൃപ്തനായിരുന്നില്ല. ചമ്പാരൻ ഗ്രാമങ്ങളിലെ സാംസ്കാരികവും സാമൂഹികവുമായ പിന്നോക്കാവസ്ഥ കണ്ട അദ്ദേഹം ഉടനെ തന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിച്ചു. അധ്യാപകർക്കായി അദ്ദേഹം അഭ്യർത്ഥിച്ചു. മഹാദേവ് ദേശായിയും നരഹരി പരീഖ് എന്നീ 2 ചെറുപ്പക്കാർ ഗാന്ധിജിയുടെ ശിഷ്യന്മാരായി ചേർന്നിരുന്നു. അവരുടെ ഭാര്യമാരും ടീച്ചിങ് അല്ലെങ്കിൽ അധ്യാപന ജോലിക്കായി സന്നദ്ധരായി. ബോംബെ, പൂനെ, മറ്റ് വിദൂര പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേർ എത്തി. ഗാന്ധിജിയുടെ ഇളയ മകൻ ദേവദാസ് ആശ്രമത്തിൽ നിന്നെത്തി. ശ്രീമതി ഗാന്ധിയും എത്തിച്ചേർന്നു. 6 ഗ്രാമങ്ങളിലായി പ്രാഥമിക വിദ്യാലയങ്ങൾ തുറന്നു. വ്യക്തിപരമായ ശുചിത്വം, കമ്മ്യൂണിറ്റി ശുചിത്വം എന്നിവ സംബന്ധിച്ച ആശ്രമ നിയമങ്ങൾ കസ്തൂർബായി പഠിപ്പിക്കുവാൻ തുടങ്ങി. Health conditions were miserable. Gandhi got a doctor to volunteer his services for 6 months. ആരോഗ്യസ്ഥിതിയെല്ലാം വളരെ പരിതാപകരമായിരുന്നു ചമ്പാരനിലെ ജനങ്ങളുടെ. ഗാന്ധി ഗോട്ട് എ ഡോക്ടർ ടു വോളണ്ടിയർ ഹിസ് സർവീസ് ഫോർ 6 months. 6 മാസത്തേക്ക് സേവനം ചെയ്യുന്നതിനായി ഒരു ഡോക്ടറെ ഗാന്ധിജിക്ക് ലഭിച്ചു. 3 medicines were available: castor oil, quinine and sulfur ointment. 3 തരം മരുന്നുകളാണ് അവിടെ ലഭ്യമായിരുന്നത്: castor oil, quinine and sulfur ointment. Anybody who showed a coated tongue was given a dose of castor oil. നാക്കിന് കെട്ടുള്ള ഏതൊരു പേഷ്യന്റിന് നൽകിയിരുന്നത് കാസ്റ്റർ ഓയിൽ മാത്രമായിരുന്നു. എനിബഡി വിത്ത് മലേറിയ ഫീവർ റിസീവ്ഡ് quinine പ്ലസ് കാസ്റ്റർ ഓയിൽ. മലേറിയ എന്ന പനിയുമായി ചെല്ലുന്ന പേഷ്യൻസിന് കിനൈനും കാസ്റ്റർ ഓയിലും കൂടെ ചേർന്ന മരുന്നാണ് നൽകിയിരുന്നത്. എനിബഡി വിത്ത് സ്കിൻ ഇറപ്ഷൻ റിസീവ്ഡ് ഓയിൻമെന്റ് പ്ലസ് കാസ്റ്റർ ഓയിൽ. അതായത് സ്കിന്നിന് ട്രബിളായിട്ട്, സ്കിന്നിന് എന്തെങ്കിലും തരത്തിലുള്ള ഇച്ചിങ്, എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് ചെല്ലുന്നവർക്ക് ഓയിൻമെന്റ് പ്ലസ് കാസ്റ്റർ ഓയിൽ ആണ് നൽകിയിരുന്നത്. During the long stay in Champaran, Gandhi kept a long distance watch on the ashram. He sent regular instructions by mail and asked for financial accounts. ചമ്പാരനിൽ ദീർഘകാലം താമസിച്ച സമയത്ത് അഹമ്മദാബാദിലെ ആശ്രമത്തിൽ നിന്നും അകലെയായിരുന്നല്ലോ. അപ്പോൾ സ്ഥിരമായി അഹമ്മദാബാദിലുള്ള ആശ്രമത്തിലേക്ക് ദീർഘദൂര നിരീക്ഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മെയിൽ വഴി പതിവായി നിർദ്ദേശങ്ങൾ അയക്കുകയും ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. Once he wrote to the residents that it was time to fill in the old latrine trenches and dig new ones, otherwise the old ones would begin to smell bad. ഒരു ദിവസം അദ്ദേഹം ആശ്രമത്തിലെ അന്തേവാസികളെ അറിയിച്ച ഒരു കാര്യമാണിത്. തങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോയ്ലറ്റുകൾ മൂടി പുതിയവ കുഴിക്കുവാനായി അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. കാരണം ഇല്ല എങ്കിൽ ഫൗൾ സ്മെല്ല് വരാൻ തുടങ്ങുമെന്ന് അദ്ദേഹം അവരെ അറിയിച്ചു. അപ്പോൾ എത്രമാത്രം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഈ ഇൻസിഡന്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. The Champaran episode was a turning point in Gandhi's life. What I did, he explained, was a very ordinary thing. I declared that British could not order me about in my own country. ചമ്പാരൻ എപ്പിസോഡ് ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഞാൻ ചെയ്തത് വളരെ സാധാരണമായ ഒരു കാര്യമാണ്. എന്റെ രാജ്യത്ത് എന്നെ കമാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് ഓർഡർ നൽകാൻ ബ്രിട്ടീഷുകാർക്ക് സാധ്യമല്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് ഞാൻ ഗാന്ധി പ്രഖ്യാപിച്ചു. His politics were intertwined with the practical day-to-day problems of the millions. It was not a loyalty to abstractions, it was a loyalty to living human beings. ചമ്പാരനിലെ പ്രവർത്തനങ്ങൾ ധിക്കാരപരമായ ഒരു പ്രവർത്തന മാതൃകയായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ആൻ ആക്ട് ഓഫ് ഡിഫിയൻസ്. അങ്ങനെ ആരംഭിച്ചതല്ലായിരുന്നു അത്. ധാരാളം പാവപ്പെട്ട കർഷകരുടെ ദുരിതങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിൽ നിന്നാണ് ഇത് വളർന്നത്. ഇതാണ് സാധാരണ ഗാന്ധി പാറ്റേൺ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രായോഗികവും ദൈനംദിനവുമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാങ്കല്പികമായിട്ട് അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങളോടുള്ള വിശ്വസ്തതയല്ലായിരുന്നു, മറിച്ച് ജീവിക്കുന്ന മനുഷ്യരോടുള്ള വിശ്വസ്തതയായിരുന്നു ഗാന്ധിജി കാണിച്ചിരുന്നത്. In everything Gandhi did, moreover, he tried to mold the new free Indian who could stand on his own feet and thus make India free. ഗാന്ധിജി ചെയ്ത എല്ലാ കാര്യങ്ങളും സ്വന്തം കാലിൽ നിലനിൽക്കാനും അങ്ങനെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാനും കഴിയുന്ന ഒരു പുതിയ ഇന്ത്യക്കാരനെ രൂപപ്പെടുത്തുവാൻ അദ്ദേഹം ശ്രമിച്ചു. Early in Champaran action, Charles Freer Andrews, an English pacifist who had become a devoted follower of the Mahatma, came to bid Gandhi farewell before going on a tour of duty to the Fiji Islands. ചമ്പാരനിലെ ആക്ഷന്റെ തുടക്കത്തിൽ മഹാത്മാവിന്റെ അർപ്പണബോധമുള്ള അനുയായിയായി മാറിയ ഒരു ഇംഗ്ലീഷുകാരൻ, പസിഫിസ്റ്റ്, ഒരു സമാധാനവാദിയായ ചാൾസ് ഫ്രിയർ ആൻഡ്രൂസ് ഫിജി ദ്വീപുകളിലേക്ക് ഡ്യൂട്ടിയുടെ ഭാഗമായി പര്യടനം നടത്തുന്നതിന് മുൻപ് ഗാന്ധിജിയെ കണ്ട് യാത്ര പറയാനായിട്ട് എത്തി.
Gandhiji's loyal friends thought it would be a good idea for Andrews to stay in Champaran and help them. So ഗാന്ധിജിയെ കണ്ട് യാത്ര പറയാനെത്തിയ ഇംഗ്ലീഷുകാരനെ കണ്ട് ഗാന്ധിജിയുടെ ലോയേഴ്സായ സുഹൃത്തുക്കൾ കരുതിയത് ആൻഡ്രൂസ് ഇംഗ്ലീഷുകാരനായതുകൊണ്ട് ചമ്പാരനിൽ താമസിച്ച് അവരെ സഹായിക്കുന്നത്, അതായത് ഇംഗ്ലീഷുകാർക്കെതിരായി ഒരു ഇംഗ്ലീഷുകാരൻ കൂടെ ഇവരുടെ കൂടെ ഉണ്ടാകുമല്ലോ, അതൊരു നല്ല കാര്യമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ, അതായത് ലോയേഴ്സായ സുഹൃത്തുക്കൾ കരുതിയത്. ആൻഡ്രൂസ് വാസ് വില്ലിംഗ് ഇഫ് ഗാന്ധി അഗ്രീഡ്. ഇപ്പോൾ ഗാന്ധിജി സമ്മതിക്കുകയാണെങ്കിൽ അവിടെ ചമ്പാരനിൽ താമസിക്കുന്നത് ആൻഡ്രൂസ് വില്ലിംഗ് ആയിരുന്നു, തയ്യാറായിരുന്നു. But Gandhi was vehemently opposed. He said, "You think that in this unequal fight it would be helpful if we have an Englishman on our side." ഗാന്ധിജി അവരോട് എന്താ പറഞ്ഞത്? ഗാന്ധിജി സമ്മതിച്ചാൽ ആൻഡ്രൂസ് തയ്യാറാണെന്ന് മറ്റുള്ളവർ അറിയിച്ചപ്പോൾ ഗാന്ധിജി ഇത് ശക്തമായി എതിർത്തു. അദ്ദേഹം പറഞ്ഞു, ഇതൊരു അൺഈക്വൽ ആയിട്ടുള്ള, അസമമായിട്ടുള്ള അല്ലെങ്കിൽ സമമല്ലാത്ത പോരാട്ടമാണ്. നമ്മളുടെ ഭാഗത്ത് ഒരു ഇംഗ്ലീഷ് പൗരൻ ഉണ്ടെങ്കിൽ അത് സഹായകമാകുമെന്ന് നിങ്ങൾ കരുതുന്നുവോ? അദ്ദേഹം അങ്ങനെയാണ് ചോദിച്ചത്. This shows the weakness of your heart. അങ്ങനെ നിങ്ങൾ കരുതുന്നെങ്കിൽ ഇതിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ബലഹീനതയായി കാണപ്പെടും അല്ലെങ്കിൽ കാണിക്കും. The cause is just and you must rely upon yourselves to win the battle. ശരിക്കും നമ്മൾ നീതിക്ക് വേണ്ടിയാണ് പൊരുതുന്നത്. ഈ യുദ്ധത്തിൽ വിജയിക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം. You should not seek a prop in Mr. Andrews because he happens to be an Englishman. മിസ്റ്റർ ആൻഡ്രൂസിൽ നിന്ന് നിങ്ങൾ സഹായം തേടരുത്, കാരണം അത് ഒരു ഇംഗ്ലീഷുകാരനാണ്. He had read our minds correctly, Rajendra Prasad comments, and we had no reply. Gandhi in this way taught us a lesson in self-reliance. അദ്ദേഹം ഞങ്ങളുടെ മനസ്സ് ശരിയായി വായിച്ചിരുന്നു, രാജേന്ദ്ര പ്രസാദ് പിന്നീട് അഭിപ്രായപ്പെട്ടു. ഞങ്ങൾക്ക് മറുപടിയൊന്നുമില്ലായിരുന്നു. ഈ രീതിയിൽ ഗാന്ധിജി ഞങ്ങളെ സ്വാശ്രയത്തിൻ്റെ ഒരു പാഠം പഠിപ്പിച്ചു. Self-reliance, Indian independence and help to sharecroppers were all bound together. സ്വാശ്രയത്വം, ഇന്ത്യൻ സ്വാതന്ത്ര്യം, ഷെയർ ക്രോപ്പേഴ്സിനുള്ള സഹായം, ഇതെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടിരുന്നു. സ്വാശ്രയത്വം, അതായത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിലനിൽക്കാൻ പഠിച്ചാൽ ഇന്ത്യക്കാർ മോചിതരാകുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് സെൽഫ് കോൺഫിഡൻസ് പകർന്നു നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. യഥാർത്ഥ രാഷ്ട്രീയം പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. This is the end of this lesson. Thank you for watching. Kindly subscribe. Thank you.